ഞാൻ പറയുന്നത് കേൾക്കാമോ? അതെ, കേൾക്കാം. ശരി. നമസ്കാരം ആചാര്യജി. എന്റെ പേര് സൂരി. കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഗീത കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ടാണ് ഞാൻ അങ്ങയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നരവംശശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയ ഞാൻ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മാനേജരായി ജോലി ചെയ്യുന്നു. എന്റെ ചോദ്യം ഇതാണ്: കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഭൂമിയെ രക്ഷിക്കാൻ നമുക്ക് ഇനി വെറും 2-3 വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും അങ്ങ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങ് ഓപ്പറേഷൻ 2030 എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതും. എന്നാൽ ഇന്ന് ലോകമെമ്പാടും റെക്കോർഡുകൾ തകർക്കുന്ന പ്രളയങ്ങൾക്കും വരൾച്ചകൾക്കും നാശങ്ങൾക്കുമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യമെടുത്താൽ പഞ്ചാബ്, ജമ്മു, UP, ഡൽഹി എന്നിവിടങ്ങളിലെ പ്രളയങ്ങൾ. എന്റെ ചോദ്യമിതാണ്: ഏറ്റവും മോശമായ പ്രവചനങ്ങളെ പോലും കടത്തിവെട്ടുന്ന രീതിയിലേക്ക് യാഥാർത്ഥ്യം മാറിയെന്ന് അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചോ? കാരണം ശാസ്ത്രജ്ഞർക്കും മനുഷ്യർക്കും മുൻകൂട്ടി കാണാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വേഗതയിലും തീവ്രതയിലുമാണ് ഈ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാകട്ടെ വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റുകളുടെ തുടക്കമാണോ? അതാണ് എന്റെ ചോദ്യം. തീർച്ചയായും അത് വ്യക്തമാണ്. സംശയമില്ല. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷനിലെ വാർത്തകളായാലും ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളായാലും അവയൊക്കെ വെറും വിനോദങ്ങളാണ്. അത്തരം കാര്യങ്ങൾ വൈറലായി മാറുന്നു. നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയ ടീം പോലും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വിനാശത്തെക്കുറിച്ചും ഞാൻ നടത്തിയ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവയ്ക്ക് വലിയ പ്രചാരവും ലഭിക്കുന്നുണ്ട്. അതൊക്കെ നല്ല വിനോദമാണ്. അപ്പോൾ നമുക്കിത് മാറ്റാനോ തടയാനോ ആയി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? നിങ്ങൾ ആരാണോ അതുതന്നെയായി തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളുടെ ആന്തരിക കേന്ദ്രം എന്ത് ചെയ്യാൻ അനുവദിക്കുന്നുവോ അതുമാത്രമേ നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ആന്തരിക കേന്ദ്രം മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. നമ്മൾ ഇനിയും കൂടുതൽ റീൽസുകൾ നിർമ്മിക്കും. അത്രമാത്രം മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? ഈ നാശങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ഇതിലും 100 ഇരട്ടി വലിയ മഹാദുരന്തത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യരല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന മറ്റ് ജീവജാലങ്ങളാണ്. തങ്ങളെ എന്താണ് ബാധിച്ചതെന്നോ എന്തിനാണിതൊക്കെ സംഭവിക്കുന്നതെന്നോ അവർക്കറിയില്ല. അവർക്ക് അതറിയാൻ കഴിയില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി എന്തെങ്കിലും വലിയൊരു സംഭവം അരങ്ങേറണം എന്നില്ല. ഉയരുന്ന താപനില ഓരോ ദിവസവും ഓരോ മണിക്കൂറും അവരെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആശങ്ക അവരെക്കുറിച്ചാണ്. നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ വിതച്ചത് തന്നെ കൊയ്യുന്നു. ചിക്കൻ കമ്മിങ് ഹോം ടു റൂസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ മൃഗങ്ങൾ, മരങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, പിന്നെ നമ്മുടെ തന്നെ വർഗത്തിലെ പാവപ്പെട്ടവരും അവശത അനുഭവിക്കുന്നവരും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും അവർ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വർഗമായി സ്പീഷീസ് മാറേണ്ടതുണ്ട്. നമ്മളിപ്പോൾ എന്താണോ കഴിഞ്ഞ 1000-ഓ 2000-ഓ വർഷങ്ങളായി നമ്മൾ എന്താണോ ആയിരുന്നത് അതുതന്നെയായി തുടർന്നാൽ പിന്നെ യാതൊരു പ്രതീക്ഷയുമില്ല. നമുക്ക് ഒരേ സ്വപ്നങ്ങളും ഒരേ ആഗ്രഹങ്ങളും ഒരേ പെരുമാറ്റച്ചട്ടങ്ങളും ഒരേ ബഹുമാന മാനദണ്ഡങ്ങളും ഒരേ സഞ്ചാരപാതകളും
ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നുമില്ല. അടുത്ത വർഷം പ്രളയത്തിന്റെ തീവ്രത കൂടും. ഉഷ്ണതരംഗങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാകും. സമുദ്രനിരപ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയരും. പാവപ്പെട്ടവർ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ ദുരിതം അനുഭവിക്കും. അവസാനം വരെ നമ്മൾ ഇങ്ങനെ തന്നെ തുടരും. അത്രമാത്രം ചിലപ്പോൾ എനിക്ക് എന്താണ് തോന്നാറുള്ളതെന്ന് അറിയാമോ? ഈ രാജ്യത്തോടും ഈ ഗ്രഹത്തോടും മൊത്തത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ദ്രോഹമാണോ എന്നെനിക്ക് തോന്നാറുണ്ട്. ആളുകൾ എങ്ങനെയാണോ അവരെ അങ്ങനെ തന്നെ വിടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലേ അവരുടെ തകർച്ച കുറച്ചുകൂടി വേഗത്തിലാകൂ. അവരെ അങ്ങനെ വിടുക മാത്രമല്ല വേണ്ടത്, ഞാൻ അവരെ അതിനായി പ്രേരിപ്പിക്കണം. അവരെ കൂടുതൽ അന്ധവിശ്വാസികളാക്കണം, കൂടുതൽ അറിവില്ലാത്തവരാക്കണം. തങ്ങളുടെ കള്ളത്തരങ്ങളെ ന്യായീകരിക്കുന്നതിൽ അവരെ കൂടുതൽ കടുപ്പമുള്ളവരാക്കണം. അസത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൽ അവരെ കൂടുതൽ വാശിയുള്ളവരാക്കണം. ക്ലൈമറ്റ് ക്രൈസിസ് എന്നത് ഒരു തട്ടിപ്പാണെന്ന് ഞാൻ പ്രഖ്യാപിക്കണം. അങ്ങനെയായാൽ അവസാനം കുറച്ചുകൂടി വേഗത്തിലാകും. ഒരുപക്ഷെ അത് മാത്രമായിരിക്കും സാധ്യമായ കാര്യം. ഒരു പുതിയ ഉണർവ് ഉണ്ടാകാനുള്ള ഒരേയൊരു വഴി അതായിരിക്കും. ഒരുപക്ഷെ എല്ലാവരും തിരിച്ചു വരാൻ കഴിയാത്ത ആ ഘട്ടവും കടന്നുപോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ വിനാശത്തെ വേഗത്തിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല വഴി. രക്ഷിക്കാൻ കഴിയാത്തവരെ രക്ഷിക്കാൻ ഞാൻ വെറുതെ ശ്രമിക്കുകയാണ്. കാരണം മനുഷ്യനെപ്പോലെ ബോധമുള്ള ഒരു ജീവിയുടെ കാര്യം വരുമ്പോൾ അയാളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അയാളെ രക്ഷിക്കാൻ കഴിയില്ല. മൃഗങ്ങളെ രക്ഷിക്കുന്നത് പോലെയല്ല ഇത്. ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ആദ്യം അയാളുടെ സമ്മതം വേണം. ആ സമ്മതം എന്നത് ഒരു ജീവസുറ്റ കാര്യമാണ്. അതൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും, ഒരുപക്ഷെ ലോകം മുഴുവനും നശിക്കാൻ വേണ്ടി മനസ്സുറപ്പിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് എനിക്ക് ചിലപ്പോൾ തോന്നാറുള്ളത്. കാലക്രമേണ ഈ തോന്നലിന്റെ ആവൃത്തിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം.